കൃപയുടെ യാത്രയാ സഭയുടെ സാക്ഷ്യമിതാ അജഗണ ബാലകനാ സഭയുടെ ബാലനിതാ മുണ്ടന്മലയുടെ ആത്മീയതയിൽ ഒരു താപസവര്യൻ പ്രാർത്ഥനാപൂർവം ഹൃദയത്തിൽ രൂപപ്പെടുത്തിയെടുത്ത സ്വപ്നം. പിതാവേ, അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലുമായിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പുത്രനായ ദൈവത്തിന്റെ ആ പ്രാർത്ഥന, that all may be one. ഇതാ ഇവിടെ ഈ ഭാഗ്യങ്ങളുടെ കലവറയിൽ ആ സ്വപ്നം പൂർണ്ണമാകുമ്പോൾ ധന്യൻ മാർ ഇവാനിയോസ് പിതാവിലൂടെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ക്രിസ്തുനാഥന്റെ സുവിശേഷ പ്രചാരകയായി കേരളവും ഭാരതവും കടന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സുവിശേഷ സാക്ഷികളായി മാറുന്നു. പിതാവിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് അവന്റെ സ്വരത്തിനൊപ്പം അവന്റെ കരം പിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന യാത്ര 1930 സെപ്റ്റംബർ 20 ആഗോള കത്തോലിക്ക സഭയുടെ ഭാഗമായ ആ സുവിശേഷ പ്രയാണം ഇന്ന് ശതാബ്ദിയോടടുക്കുമ്പോൾ 5 പേരിൽ ആരംഭിച്ച ആ ആത്മീയ യാത്രയിൽ ഒരു ആർച്ച് ബിഷപ്പും മെത്രാനും വൈദികനും ഡീക്കനും അൽമായ പ്രതിനിധിയുമായിരുന്നുവെങ്കിൽ ഇന്നത് 5 ലക്ഷത്തിലധികം വരുന്ന വിശ്വാസ സമൂഹമായി പടർന്നു പന്തലിച്ചിരിക്കുന്നു. കർദിനാൾ കാതോലിക്ക ബാവ, മേജർ ആർച്ച് ബിഷപ്പ്, ബിഷപ്പുമാർ എന്നിങ്ങനെ വളർന്ന് ആഗോള കത്തോലിക്ക സഭയിൽ മാർപ്പാപ്പായി തിരഞ്ഞെടുക്കുന്ന കർദിനാൾ സംഘത്തിലെ ഒരംഗമായി മാറാൻ ആ പ്രയാണത്തിന് സാധ്യമായി. ആഗോള കത്തോലിക്ക സഭയിൽ അതിവേഗം വളരുന്ന ശ്രേഷ്ഠ സഭ എന്ന് മാർപ്പാപ്പമാരുടെ പ്രശംസയ്ക്ക് പാത്രീഭൂതരായിക്കൊണ്ടിരിക്കുന്നു മലങ്കര സുറിയാനി കത്തോലിക്ക സഭ എന്ന അപ്പോസ്തലിക സഭ. മാർത്തോമാ ശ്ലീഹായുടെ സുവിശേഷ പ്രഘോഷണത്താൽ രൂപീകരിക്കപ്പെട്ട മലങ്കരയിലെ സെന്റ് തോമസ് ക്രിസ്ത്യാനികളുടെ സഭകളിൽ നിന്ന് സാർവത്രിക സഭയിലെ മലങ്കര സാന്നിധ്യമാകാൻ സ്വർഗം നിയോഗിച്ച സ്വയം ഭരണമുള്ള പൗരസ്ത്യ കത്തോലിക്ക സഭ. മുണ്ടന്മലയിൽ ബഥനി കൊളുത്തിയ ദീപശിഖ ഏറ്റുവാങ്ങാൻ, അതിനെ മുന്നോട്ട് നയിക്കാൻ കാലത്തിന്റെ വിശുദ്ധിയിൽ അതിശ്രേഷ്ഠനായ ഒരുവനെ ദൈവം ഒരുക്കി. കുറവിലങ്ങാട് പകലോമറ്റം വംശാവലിയിൽപ്പെട്ട മല്ലപ്പള്ളി പൗവത്തിക്കുന്നേൽ പാലയ്ക്കാമണ്ണിൽ കുടുംബത്തിലെ 9ാം തലമുറക്കാരനെ പ്രാർത്ഥനകളുടെയും വിശുദ്ധ ബലികളുടെയും ആത്മീയ ബലത്തിൽ 1959 ജൂൺ 15 തോട്ടുങ്കൽ TM മാത്യുവിന്റെയും ആനിക്കാട് വടക്കേടത്ത് അന്നമ്മയുടെയും മകനായി ആ ദൈവ നിയോഗം ഭൂമിയിൽ പിറവിയെടുത്തു. മലങ്കര ഓർത്തഡോക്സ് സഭയിലെ പരിശുദ്ധ വട്ടശ്ശേരിൽ ദിവന്നാസിയോസ് തിരുമേനി, പരിശുദ്ധ വള്ളിക്കാട് ഗീവർഗീസ് ബാവ തിരുമേനി എന്നീ പുണ്യപിതാക്കന്മാരുടെ കുടുംബ ബന്ധമുള്ള ഒരു മകൻ, അപ്പനും അമ്മയും 2 സഹോദരങ്ങളും 4 സഹോദരിമാരും അടങ്ങുന്ന കുടുംബം. കുഞ്ഞ് എന്ന് വിളിപ്പേരുള്ള ഐസക് എന്ന ബാലന്റെ ആത്മീയ വളർച്ചയുടെ ആദ്യ വേദപഠനശാലയായി. ചിട്ടയായ ആത്മീയ ശിക്ഷണത്തിൽ വളർന്ന ഐസക് ദൈവിക കാര്യങ്ങളിലും ദൈവാലയ ശുശ്രൂഷകളിലും മുന്നിൽ നിന്നു. പൗരോഹിത്യം തന്റെ ജീവിത നിയോഗമെന്ന തിരിച്ചറിവ് ചെറുബാല്യത്തിൽ തന്നെ അവനുണ്ടായി. പുരോഹിതനാവുക എന്നത് ക്രിസ്തുവിനോട് കൂടിയുള്ള കാൽവരി യാഗമായി കണ്ട ഐസക് എന്ന ബാലൻ ഭൗമിക മോഹങ്ങൾ നൽകുന്ന സന്തോഷങ്ങൾക്കുപരി അതിന് വില നൽകി.
ഒരിക്കൽ ആശാരിയുടെ അറക്കവാൾ കൊണ്ട് അറ്റുപോയ തന്റെ മകന്റെ ചൂണ്ടുവിരൽ തിരിച്ച് തുന്നിപ്പിടിപ്പിക്കുന്നതിൽ ഔത്സുക്യം കാട്ടിയ മാതാവ് വിശുദ്ധ കുർബാന കൈകളിൽ എടുക്കാൻ തന്റെ മകന് ചൂണ്ടുവിരൽ അത്യാവശ്യമെന്ന തിരിച്ചറിവിലേക്ക് കാലങ്ങൾക്ക് മുന്നേ എത്തിയിരുന്നു. മകന്റെ നിയോഗം തിരിച്ചറിഞ്ഞ പ്രിയ അമ്മയുടെ ആത്മീയ തിരിച്ചറിവിന്റെ ഫലവുമായി അത്. ദൈവഹിതം തിരിച്ചറിഞ്ഞ് ആ ദൈവവിളിയിലേക്ക് മകനെ ഒരുക്കിയ അമ്മയായിരുന്നു ആനിക്കാട് വടക്കേടത്ത് അന്നമ്മ. 1976 ജൂൺ 10 മകൻ തന്റെ ദൈവവിളി തിരിച്ചറിഞ്ഞു. അതിന് പ്രത്യുത്തരമായി വൈദിക വിദ്യാർത്ഥിയായി സെമിനാരി ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ബത്തേരി ഭദ്രാസന രൂപീകരണത്തിന്റെ ആദ്യ നാളുകളിൽ ബത്തേരി ഭദ്രാസനത്തിനു വേണ്ടി വൈദികരാകാൻ ആരുണ്ട് എന്ന സിറിൽ മാർ ബസേലിയോസ് പിതാവിന്റെ ചോദ്യത്തിന് ബ്രദർ ഐസക്, ഇതാ ഞാൻ, എന്നെ അയച്ചാലും എന്ന് പ്രവാചക തുല്യമായി പ്രത്യുത്തരം നൽകി. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ പോലെ ദേശവും പിതൃഭവനവും വിട്ടുള്ള യാത്ര. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പുതിയ പ്രേക്ഷിത ഭൂമിയായ ബത്തേരി രൂപതയുടെ ഭാഗമാകാൻ ഒരു നിയോഗം. ആലുവ കർമ്മലഗിരി സെമിനാരിയിൽ തത്വശാസ്ത്ര പഠനം. തുടർന്ന് 1983 പൂനെ പൈപ്പൽ സെമിനാരിയിൽ ദൈവശാസ്ത്രം. 1986 ജൂൺ 11 മാതൃ ഇടവകയായ മുക്കൂർ സെന്റ് ജോസഫ് ദൈവാലയത്തിൽ വെച്ച് വൈദിക പട്ട സ്വീകരണം. ജൂൺ 12 ആദ്യ ദിവ്യബലി അർപ്പണം. അന്യവും ദുർഘടവുമായ വയനാടിന്റെ മണ്ണിൽ മിഷൻ പ്രവർത്തനങ്ങളിലൂടെ തന്റെ ജീവിത നിയോഗത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കിയ അദ്ദേഹം 75,000 ചതുരശ്ര കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന ബത്തേരി രൂപതയുടെ അതിർത്തികൾക്കുള്ളിൽ തന്റെ ഇടയ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ഇടയനെ തേടി ആരും വരില്ല, ആടുകളെ തേടി ഇറങ്ങേണ്ടവനാണ് ഇടയൻ എന്ന ഉറച്ച ആത്മീയ ബോധ്യമുണ്ടായിരുന്നു. വൈദിക വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നതോടൊപ്പം ജനസമൂഹത്തിനൊപ്പമായിരിക്കാൻ അവരെ ആഴത്തിൽ അറിയാനുള്ള പരിശ്രമം. മാമല നാട്ടിലെ ഊടുവഴികളെല്ലാം ഇടയന് പരിചിതമായി. തുടർന്ന് സഭയ്ക്ക് ദൈവശാസ്ത്രത്തിലുള്ള ആഴമായ പഠനം. 1997 റോമിൽ നിന്ന് ഡോക്ടറേറ്റ്. ഉപരിപഠനം പൂർത്തിയാക്കി തിരിച്ചെത്തുമ്പോൾ ബത്തേരി ഭദ്രാസനത്തിന്റെ ചാൻസലറും വികാരി ജനറാളും ഇടവക വികാരിയും ഒക്കെയായുള്ള അജപാലന ദൗത്യ നിയോഗങ്ങൾ. കാലം മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്കായി കാത്തുവച്ചിരുന്ന കർമ്മയോഗിക്ക് ധന്യൻ മാർ ഇവാനിയൂസ് മെത്രാപ്പോലീത്തയുടെ സ്വപ്നങ്ങളിലൂടെ സഞ്ചരിക്കാനുള്ള രൂപപ്പെടുത്തലിന്റെ അവസരങ്ങൾ ഒരുക്കപ്പെടുകയായിരുന്നു. 2001 ഓഗസ്റ്റ് 15 മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് ഒരു മെത്രാനെ കൂടി ലഭിക്കുന്നു. മുന്തിരിവള്ളി എന്നർത്ഥമുള്ള ക്ലീമിസ് എന്ന നാമസ്വീകരണം. തായ്തണ്ടിനോട് ചേർന്ന് നിന്ന് ഫലം പുറപ്പെടുവിക്കാനുള്ള നിയോഗവും ഹൃദയത്തിലേറ്റുവാങ്ങി സ്നേഹത്തിൽ ഒന്നിപ്പിക്കുക എന്ന വ്രതവാക്യവും സ്വീകരിച്ചുള്ള യാത്ര. 2001 ജൂൺ 18 തിരുവനന്തപുരം അതിരൂപതയുടെ സഹായ മെത്രാനായും വടക്കേ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും അപ്പോസ്തലിക് വിസിറ്റേറ്ററായും പരിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പയാൽ നിയമിതനാകുന്നു. അങ്ങനെ വയനാടൻ ചുരങ്ങളുടെ ഇടയൻ ഭാരതവും കടന്ന് പ്രവാസികളുടെ ഇടയനായി മാറുന്ന ചരിത്ര മുഹൂർത്തം. 2003 ഓഗസ്റ്റ് 31 വീണ്ടും ഭാരത മണ്ണിലേക്ക്. അതേ വർഷം ഒക്ടോബർ 2 തിരുവല്ല ഭദ്രാസന മെത്രാപ്പൊലീത്ത. 2006 മെയ് 15 മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ തിരുവല്ല ഭദ്രാസനം അതിഭദ്രാസനമായി ഉയർത്തപ്പെടുമ്പോൾ പ്രഥമ ആർച്ച് ബിഷപ്പായി സ്ഥാനാരോഹണം. 2007 ജനുവരി 18 മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പ്രഥമ മേജർ ആർച്ച് ബിഷപ്പ് കാതോലിക്കോസ് മോറാൻ മോർ സിറിൽ മാർ ബസേലിയോസ് ബാവയുടെ വിയോഗത്തിന് ശേഷം സഭയുടെ തലവനെ തെരഞ്ഞെടുക്കുന്ന സുന്നഹദോസ്. 2007 ഫെബ്രുവരി 10 ശനിയാഴ്ച രാവിലെ 8:12 സുന്നഹദോസ് പിതാക്കന്മാർ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ചാപ്പലിന് പുറത്തേക്ക്. പരിശുദ്ധ ബെനഡിക്ട് 16 മാർപ്പാപ്പയിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് സ്ഥിരീകരണ സന്ദേശം വൈകിട്ട് 4:30 പട്ടം സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിൽ വിശ്വാസ സമൂഹത്തെ അറിയിക്കുമ്പോൾ സുന്നഹദോസ് പിതാക്കന്മാർ പുതുതായി തെരഞ്ഞെടുത്ത സഭാതലവൻ മോറാൻ മോർ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവയ്ക്ക് സമാധാന ചുംബനം നൽകുന്നു. 2007 മാർച്ച് 5 ദ്വിതീയ കാതോലിക്കയും മേജർ ആർച്ച് ബിഷപ്പുമായി സ്ഥാനാരോഹിതനാകുമ്പോൾ കാലം ചെയ്ത പൂർവ്വ പുണ്യസൂരികളുടെ 4ാം തലമുറയുടെ ഉദയമായി മാറുകയായിരുന്നു അത്. ധന്യൻ മാർ ഇവാനിയൂസ് മെത്രാപ്പൊലീത്തായുടെ ദൈവീക സ്വപ്നവും
അതിനെ ലക്ഷ്യത്തിലെത്തിക്കാനുള്ള ദർശന നേതൃപാഠവും ആഴത്തിലുള്ള ആത്മീയതയും ദീർഘവീക്ഷണവും നർമ്മഭാവനയും പിൻഗാമിയായ അഭിവന്ദ്യ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ സാമൂഹിക സാംസ്കാരിക പ്രതിബദ്ധതയും വിദ്യാഭ്യാസ വിചക്ഷണതയും സാമൂഹിക ഉന്നമന പ്രോത്സാഹനവും അത്യാഭിവന്ദ്യ സിറിൽ മാർ ബെസേലിയൂസ് കാതോലിക്ക ബാവയുടെ അന്താരാഷ്ട്ര നൈപുണ്യവും ബുദ്ധിചാതുര്യവും സാർവത്രിക സ്വാംശീകരണവും സമഞ്ജസമായി ചേരുന്ന കാലം കാത്തുവച്ചിരുന്ന നൂറ്റാണ്ടുകളിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന വിസ്മയം. മോർ ആൻഡ് മോർ ബെസേലിയൂസ് ക്ലീമിസ് കാതോലിക്ക ബാവ. തലമുറകളുടെ പുണ്യസംഗമ സായുജ്യം. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ 4ാം തലമുറ. രണ്ടായിരത്തി 12 കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ സഭാ തലവന് ആഗോള കത്തോലിക്ക സഭയിൽ സഭയുടെ രാജകുമാരൻ എന്ന വിശേഷണം നൽകപ്പെട്ടു. ഒരു നിയോഗം പോലെ 1932 ധന്യൻ മാർ ഇവാനിയോസ് പിതാവ് ബലിയർപ്പിച്ച ഊർബിയൻ സർവകലാശാലയുടെ ബസിലിക്കയിൽ ആഗോള കത്തോലിക്ക സഭയുടെ രാജകുമാരനായി ബലിയർപ്പണം. തുടർന്ന് റോമിലെ സാൻ ഗ്രിഗോറിയോ സ്ഥാനിക ദൈവാലയത്തിന്റെ മഹാ ഇടയനായി അവരോഹണം. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണെന്നുള്ള ക്രിസ്തുനാഥന്റെ വാക്കുകൾക്ക് തന്റെ പുണ്യജീവിതം കൊണ്ട് സാക്ഷ്യമായി മാറുകയായിരുന്നു സ്നേഹത്തിന്റെ മുന്തിരിവള്ളി എന്ന നാമധാരിയായ നമ്മുടെ പ്രിയപ്പെട്ട ബാവ തിരുമേനി. ക്രിസ്തുനാഥൻ പറഞ്ഞുവെച്ച കടുകുമണിയുടെയും പുളിമാവിന്റെയും ഉപമകളുടെ ഇന്നിന്റെ സുവിശേഷമായി മാറുന്നു വന്ധ്യപിതാവ്. പുനരൈക്യ താതന്റെ സ്വപ്നം ഇന്ന് ലോകമെങ്ങും എത്തിക്കുന്നതിനും തന്റെ പ്രാർത്ഥനയും പ്രവർത്തനവും കൊണ്ട് ആത്മീയ, സാമൂഹിക, ബൗദ്ധിക, സാംസ്കാരിക മേഖലകളിൽ വികസനോന്മുഖ മാറ്റങ്ങൾ വരുത്തുന്നതിനും 2 പതിറ്റാണ്ടുകളിലെ തന്റെ മഹാ ഇടയ ശുശ്രൂഷയിലൂടെ സാധ്യമാക്കി. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് ഒരു മേജർ അതിഭദ്രാസനവും ഒരു അതിഭദ്രാസനവും 4 ഭദ്രാസനങ്ങളുമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് അതിനോടൊപ്പം 6 ഭദ്രാസനങ്ങളും അനേകം മിഷൻ കേന്ദ്രങ്ങളും കൂട്ടിച്ചേർത്ത് ഭാരതത്തിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമായി മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെ സുവിശേഷവത്കരണത്തിന്റെ സാക്ഷ്യമാക്കി സുവിശേഷകയായ സഭ എന്നത് അർത്ഥപൂർണമാക്കി മാറ്റാനും കേരള ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നുകൊണ്ട് കത്തോലിക്ക സഭയെ നയിക്കാനും പ്രിയ ബാവ തിരുമേനിക്ക് കഴിഞ്ഞു. സുവിശേഷകയായ മലങ്കര കത്തോലിക്ക സഭയുടെ മണിമുത്തായ മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രം അഭിവന്ദ്യ ബാവ തിരുമേനിയുടെ കൈകളാൽ ആശീർവദിക്കപ്പെട്ട് പ്രിയപ്പെട്ട ഡാനിയേൽ പൂവണ്ണത്തിൽ അച്ഛനിലൂടെ വിശ്വാസ സമൂഹത്തിന് നൽകപ്പെടുമ്പോൾ സഭയുടെ പ്രേക്ഷിത ദൗത്യത്തിന്റെ പൊതുവാതായനങ്ങൾ ബാവ തിരുമേനിയിലൂടെ തുറക്കപ്പെടുകയായിരുന്നു. സ്നേഹത്തിൽ ഐക്യപ്പെടുക എന്ന വ്രതവാക്യം പൂർത്തീകരിക്കുന്നതിൽ ശ്രദ്ധാലുവായ ബാവ തിരുമേനി അന്ധകാരത്തിന്റെ ആവൃത്തിക്കുള്ളിൽ നിന്നും പുറത്തു കിടക്കാൻ അറിവ് കൊണ്ട് മാത്രമേ കഴിയൂ എന്ന പുനരൈക്യതാതന്റെ ദർശനങ്ങൾ നെഞ്ചോട് ചേർത്ത് സഭയുടെ വിദ്യാഭ്യാസ മേഖലകളുടെ അതിരുകൾ വിസ്തൃതമാക്കി. പാവങ്ങളോട് പക്ഷം ചേരുക എന്ന ക്രിസ്തു ദർശനത്തിനോട് ചേർന്ന് 2008 മുതൽ 2026 വരെയുള്ള കാലഘട്ടത്തിൽ ഭവനരഹിതരായ 2370 കുടുംബങ്ങൾക്ക് സ്നേഹപൂർവം ഒരു വീട് എന്ന പദ്ധതിയിലൂടെ തണലായി മാറി. നിരാലംബരായ അമ്മമാരുടെ സംരക്ഷണത്തിനായി അമ്മ വീടൊരുക്കി. ആത്മാവിന്റെ സൗഖ്യത്തിനൊപ്പം ശരീരത്തിന്റെ സൗഖ്യവും പ്രധാനം എന്ന തിരിച്ചറിവിൽ ആതുര സേവന മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ച് ക്യാൻസർ രോഗികളുടെ ശുശ്രൂഷകൾക്കായി ക്യാൻസർ കെയർ ഹോം, വിദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന രോഗികൾക്കായുള്ള താമസ സൗകര്യത്തിനായി സാന്ത്വനം, നിരവധി ഡയാലിസിസ് സെന്ററുകൾ, പ്രത്യേക ശ്രദ്ധ ആവശ്യമുള്ള കുഞ്ഞുങ്ങൾക്കായി ആശ്വാസ ഭവൻ സ്പെഷ്യൽ സ്കൂൾ, ആതുരാലയങ്ങൾ, കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലുകൾ എന്നിവ യാഥാർത്ഥ്യമാക്കി. ഓഖി ചുഴലിക്കാറ്റും മഹാപ്രളയവും കോവിഡ് മഹാമാരിയും പ്രകൃതിക്ഷോഭങ്ങളും സൃഷ്ടിച്ച ദുരിത കാലങ്ങളിൽ അഭിവന്ദ്യ ബാവ തിരുമേനിയുടെ നേതൃത്വത്തിൽ സഭ സമൂഹത്തിന് താങ്ങും തണലുമായി നിലകൊണ്ടു. ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങളിലൂടെ
പ്രത്യാശയുടെ കിരണമായി മാറി. 2024 വയനാട് പ്രകൃതി ദുരന്തത്തിൽ ഉരുൾപൊട്ടലേൽപ്പിച്ച ആഘാതത്തിൽ ഭവനരഹിതരായ 100 കുടുംബങ്ങൾക്ക് ഭവനം നിർമ്മിച്ചു നൽകാൻ KCBC തീരുമാനമെടുത്ത് അത് പൂർത്തീകരിക്കുമ്പോൾ അതിന് ചാലകശക്തിയായി മുന്നിൽ നിന്ന് നേതൃത്വം നൽകിയത് അന്നത്തെ KCBC അധ്യക്ഷനായിരുന്ന ക്ലീമിസ് ബാവയായിരുന്നു. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമെന്നേ അനേകരെ തന്റെ ഇടനെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന, ബലഹീനരുടെ ബലമാകുന്ന, അശരണർക്ക് ആലംബമായ, ഹൃദയം നുറുങ്ങിയവർക്ക് ആശ്വാസമായ, നൈരാശ്യത്തിൽ പ്രത്യാശയായ, ഇല്ലായ്മയിൽ എല്ലാമാകുന്ന, സ്വജീവിതം കൊണ്ട് എല്ലാവരുടേതുമായി എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന സ്നേഹത്തിൻ മുന്തിരിവള്ളി, മോർ ആൻഡ് മോർ ബെസേലിയൂസ് കർദിനാൾ ക്ലീമിസ് കാതോലിക്ക ബാവ. സാർവത്രിക സഭയുമായി പുൽകാൻ അഭിവാഞ്ചിച്ച ധന്യൻ മാർ ഇവാനിയൂസ് മെത്രാപ്പൊലീത്ത ആഗോള കത്തോലിക്ക സഭയുടെ തലവനായ മാർപ്പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി കാത്തിരുന്ന് പുനരൈക്യം സാക്ഷാത്കരിച്ച 1930കളിൽ നിന്ന് ഇന്ന് ആഗോള കത്തോലിക്ക സഭാ തലവനെ തിരഞ്ഞെടുക്കുന്ന കർദിനാൾ സംഘത്തിൽ ഒരാളായി മാറാൻ മലങ്കര സുറിയാനി കത്തോലിക്ക സഭാ തലവൻ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് ദൈവ നിയോഗം. Et ego Basilios Cardinalis Clemis Spondeo Voveo ag Euro. ആഗോള കത്തോലിക്ക സഭാ അധ്യക്ഷനും മലങ്കര സുറിയാനി കത്തോലിക്ക സഭാ തലവനും മലങ്കര മക്കളും 2026 ജൂൺ മാസം 15 വത്തിക്കാനിലെ അപ്പോസ്തലിക ഭവനത്തിൽ കൂടിക്കാഴ്ച നടത്തി എന്നുള്ളത് കാലം കാത്തുവെച്ച പുണ്യദിനം. ആഗോള കത്തോലിക്ക സഭയുടെ അൾത്താരകളിൽ വണക്കത്തിന് യോഗ്യമാക്കപ്പെടുന്ന വിശുദ്ധ പദവിയിലേക്കുള്ള യാത്രയുടെ ആദ്യ 2 പടവുകൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ അതിന് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട ബാവ തിരുമേനിയുടെ കാലഘട്ടത്തിൽ തന്നെ പുനരൈക്യ താതൻ ധന്യന്മാർ ഇവാനിയൂസ് പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് തിരുസിംഹാസനം ഉയർത്തുന്ന പുണ്യ നിമിഷത്തിനായി സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ സഭാ തലവനോടൊപ്പം സാക്ഷികളാകാൻ സഭാ മക്കൾ പ്രാർത്ഥനയോടെയും പ്രത്യാശയോടെയും കാത്തിരിക്കുന്നു. ധന്യന്മാർ ഇവാനിയൂസ് പിതാവ് ആരംഭിച്ച പുണ്യ പുനരൈക്യ യാത്ര ഇന്ന് മോർ ആൻഡ് മോർ ബെസേലിയൂസ് കർദിനാൾ ക്ലീമിസ് കാതോലിക്ക ബാവ തിരുമേനിയിൽ എത്തി നിൽക്കുമ്പോൾ കേരളവും ഭാരതവും കടന്ന് അമേരിക്ക, യൂറോപ്പ്, മധ്യേഷ്യ, ഓഷ്യാന എന്നിങ്ങനെ ലോകം മുഴുവൻ സുവിശേഷ വക്താക്കളായി 18 മെത്രാപ്പൊലീത്തമാരും 12 ഭദ്രാസനങ്ങളും അനവധി മിഷൻ കേന്ദ്രങ്ങളുമായി പടർന്ന് പന്തലിക്കുമ്പോൾ നിരവധി വൈദികരെയും 11 മെത്രന്മാരെയും അഭിഷിക്തരാക്കാൻ ഈ ശ്രേഷ്ഠാചാര്യന് അതുല്യ ഭാഗ്യം ലഭിച്ചു. ക്രിസ്തുനാഥന്റെ നിങ്ങൾ ലോകമെങ്ങും പോയി സർവ്വ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന ആഹ്വാനം നെഞ്ചിലേറ്റി ആ ആത്മീയ പ്രയാണം തുടരുന്ന മലങ്കര സുറിയാനി കത്തോലിക്ക സഭാ തലവന് മെത്രാഭിഷേകത്തിന്റെ രജത ജൂബിലി മംഗളങ്ങൾ. പൂർവ്വസൂരികളുടെ സ്വപ്നം തന്റെ വ്രതവാഗ്ദാനമാക്കിയ സഭാ തലവൻ സ്നേഹത്തിലേവരെയും ഒന്നിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ ക്ലീമിസ് എന്ന നാമധേയം അത് പുറപ്പെടുവിക്കുന്ന സദ്ഫലങ്ങളിലൂടെ ലോകത്തിന് സാക്ഷ്യമായി മാറുമ്പോൾ ആഗോള കത്തോലിക്ക സഭയുടെ രാജകുമാരന് ശ്ലീഹന്മാരുടെ പിൻഗാമി എന്ന നിലയിൽ 25 വർഷം പൂർത്തിയാക്കുകയും വൈദിക ശുശ്രൂഷയിൽ 40 വർഷം പിന്നിടുകയും ചെയ്യുന്ന ഈ പുണ്യവേളയിൽ ഒരു രാജ്യം ഒന്നാകെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ബാവ തിരുമേനിക്ക് ജൂബിലി മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. മെത്രാഭിഷേകത്തിന്റെ രജത ജൂബിലി മംഗളങ്ങൾ. അന്നൊരു നാളിൽ മാമലയിൽ ആ താപസനൊരു സ്വപ്നം കണ്ടു. ഏവരും ഒന്നായി മാറുകയെന്നൊരു തിരുവചനം കേട്ടു. അന്നൊരു നാളിൽ മാമലയിൽ ആ താപസനൊരു സ്വപ്നം കണ്ടു. ഏവരും ഒന്നായി മാറുകയെന്നൊരു തിരുവചനം കേട്ടു. ധന്യൻ ഇവാനിയൂസ് ഒരു ദീപമായി തെളിയുമ്പോൾ പുനരൈക്യത്തിൻ ശോഭയേറും ജീവനാളം ജ്വലിക്കുന്നു. ആ ജീവനാളം ജ്വലിക്കുന്നു. കൃപയുടെ യാത്രയിതാ
അജഗണപാലകനാം സഭയുടെ താതനിതാ. More and more Basilios Clemis Baba. More and more Basilios Clemis Baba. പ്രാർത്ഥനയുടെ പാതയിൽ പതറാതെ മുന്നോട്ട് സ്നേഹത്തിൻ മുന്തിരിവള്ളി ക്രിസ്തുവിൽ പൂത്തുലയുന്നു. പ്രാർത്ഥനയുടെ പാതയിൽ പതറാതെ മുന്നോട്ട് പുണ്യപിതാവിൻ പിൻഗാമി ശോഭിതനായി മുന്നോട്ട്. ഐക്യത്തിൻ സുവിശേഷവുമായി ലോകമെങ്ങും പടരുന്നു കാതോലിക്ക ബാവായാം സഭയുടെ രാജകുമാരൻ. ക്രിസ്തു സ്നേഹ സാക്ഷിയായി ഹൃദയങ്ങളിൽ നിറയുന്നു. കൃപയുടെ യാത്രയിതാ, സഭയുടെ സാക്ഷ്യമിതാ, അജഗണപാലകനാം സഭയുടെ താതനിതാ. അജഗണപാലകനാം സഭയുടെ താതനിതാ. More and more Basilios Clemis Baba. 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 ക്രിസ്തുവിന്റെ സ്നേഹ സുവിശേഷം അതിന്റെ പ്രയാണം തുടരുമ്പോൾ സ്നേഹത്തിന്റെ സുവിശേഷമായി ബാവാ തിരുമേനി തന്റെ മെത്രാഭിഷേക രജത ജൂബിലിയുടെ നിറവിൽ തന്റെ സ്നേഹ ഹൃദയത്തിലേക്ക് സകലരെയും ചേർത്ത് തന്റെ വിശുദ്ധ പ്രയാണം തുടരുന്നു. വിദ്യാഭ്യാസം ഒരുവന്റെ അടിസ്ഥാന അവകാശങ്ങളിൽ ഒന്നാണെന്ന വലിയ തിരിച്ചറിവിൽ ആതുരാലയ, സാങ്കേതിക, നിയമ വിദഗ്ധ വിദ്യാഭ്യാസ മേഖലകളിലേക്ക് 25 വിദ്യാർത്ഥികളെ മെത്രാഭിഷേക രജത ജൂബിലി നിറവിൽ അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകി ഭാവിയിലേക്ക് പറന്നുയരാൻ അവരെ പ്രാപ്തരാക്കുന്നു എന്നുള്ളത് നമുക്കേവർക്കും ഈ പുണ്യ നിമിഷത്തിൽ സന്തോഷം നൽകുന്നു. കുടുംബത്തോടൊപ്പം ഒരു ഭവനത്തിന്റെ സുരക്ഷയിൽ സ്നേഹം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന 35 കുടുംബങ്ങൾക്ക് ഭൂമിയും ഭവനവും സാധ്യമാകുന്നു എന്നത് ഈ ജൂബിലി നിറവിന്റെ മറ്റൊരു സ്നേഹസാക്ഷ്യം. സ്നേഹത്തിന്റെയും കരുണയുടെയും ഈ പുണ്യയാത്ര അനേകർക്ക് താങ്ങും തണലുമായി മാറുന്ന സുവിശേഷ സാക്ഷ്യമായി മുന്നോട്ട് ഇനിയും അനേക വത്സരങ്ങൾ നീങ്ങട്ടെ എന്ന് മിഴിപൂട്ടി ഈ പുണ്യ നിമിഷത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ബാവാ തിരുമേനി, ഹൃദയത്തിന്റെ നിറവിൽ ഞങ്ങൾ ഏവരുടെയും പ്രാർത്ഥനാ സൂനങ്ങൾ. More and more Basilios Clemis Baba.